കുരിയോട് പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടി വാർഡ് സമ്മേളനം ഭംഗിയായി നടന്നു. വാർഡ് കൺവീനർ ശ്രീ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനം പാർട്ടിയുടെ വിവിധ നേതാക്കളുടെ സാന്നിധ്യത്തോടെ രാഷ്ട്രീയോത്സവത്തിന് സമാനമായിരുന്നു. സമ്മേളനം ബി.ജെ.പി. കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം ഗ്രാമപഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി.എസ്. ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം ബി. വിജയമോഹനൻ മുഖ്യപ്രഭാഷണത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിതവും ശക്തമായ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുസ്ഥിരമായി നടപ്പിലാക്കുന്നതിനായി പ്രത്യേക മാനേജ്മെന്റ് കമ്മിറ്റി പ്രഖ്യാപിക്കുകയും ചെയ്തു. സമ്മേളനത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമായി SSLCയിലും +2ലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. എല്ലാ വീടുകളും സ്വദേശി വീടാകട്ടെ, വീട് വീടാന്തരം സ്വദേശി എന്ന മുദ്രാവാക്യവുമായി എല്ലാ സന്നിഹിതരും ഒരുമിച്ച് സ്വദേശി പ്രതിജ്ഞ ഏറ്റെടുത്തു. കുരിയോട് വാർഡിൽ നടന്ന ഈ സമ്മേളനം നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ പകർന്നതായും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ആദ്യമായിട്ട് വന്ദേമാതരം. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശ്രീകരം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം സുപ്രജോത്സ്നാം പുളകിതയാമിനി ഉല്ലസുമിത സുമധുരശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗതാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ വി.എസ്. ഉണ്ണികൃഷ്ണൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കുരിയോട് വാർഡ് തല സമ്മേളനമാണ് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ ഈ വാർഡിൽ സജീവമായി സംഘടനാ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തന മേഖലയിലും സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. നമുക്ക് വാർഡ് തലത്തിൽ പഞ്ചായത്ത് അംഗത്തെ വരെ സൃഷ്ടിക്കുകയും കഴിഞ്ഞ 40 വർഷക്കാലമായി രണ്ടാം നിലയിൽ 15-20 വോട്ടിന് നമുക്ക് നഷ്ടപ്പെട്ട ആ ഇതുകൊണ്ട് നമ്മൾ ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ നമ്മൾ വിജയ സാന്നിധ്യം ഉറപ്പിച്ച വാർഡാണ്. ഇവിടെ ആ വാർഡ് തല കൺവെൻഷനാണ്, നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് വാർഡ് തല കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ കൺവെൻഷൻ സ്വാഗതം ആശംസിക്കുവാനുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ സ്വാഗതം ആശംസിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മുടെ ഈ ബൂത്തിൻ്റെ വാർഡിൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീകുമാർ ഏട്ടനാണ്. അദ്ദേഹം ഈ വസതി ഇവിടെ താമസക്കാരനാണ്. ഈ വസതി ഇവിടെ അദ്ദേഹം പട്ടാളത്തിൽ നിന്നും വിരമിച്ച് അദ്ദേഹം വന്ന ആളാണ്. എക്സ്-മിലിറ്ററിയാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചു പോയി. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ആലഞ്ചേരി ജയചന്ദ്രൻ അവർക്കാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത സ്ഥലം അഞ്ചൽ ആലഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. സജീവമായി കഴിഞ്ഞ യുവമോർച്ച തലത്തിൽ തന്നെ സജീവമായി സംഘടനാ വർക്ക് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തുകയും യുവമോർച്ചയുടെ ശക്തമായ നേതൃത്വം കെട്ടിപ്പിടിക്കുന്നതിനെ കൊല്ലം ജില്ലയിൽ കെട്ടിപ്പിടിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റായിരുന്നു, ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ഞാനും ഒരുമിച്ച് ഞങ്ങൾക്ക് സംഘടനാ വർക്കിൽ യുവമോർച്ചയിൽ സംഘടനാ വർക്കിൽ പ്രവർത്തിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ വേദിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടിയ അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് പാട്ടുമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് വിജയമോഹൻ സാറാണ്. അദ്ദേഹം റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം
നമ്മുടെ മണ്ഡലത്തിൻ്റെ നമ്മുടെ ഈ വാർഡിൻ്റെ മണ്ഡല പഞ്ചായത്തിൻ്റെ ഇൻചാർജുകൾ കൂടിയാണ്. അദ്ദേഹം നമ്മുടെ മുൻ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ് ഭാരതീയ ജനതാ പാർട്ടി. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയോജകം പ്രസിഡന്റായിട്ടുള്ള നമുക്ക് ജയകുമാർ കുരിശ്ശേരി, അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മഞ്ചേഷ് കുമാർ, നമ്മുടെ ഈ നാട്ടുകാരനും നമ്മുടെ ഈ വാർഡിലെ പ്രതിനിധിയുമാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മനോജ്, പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി മനോജിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാം നമ്മളിവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മുടെ പുറം വേദിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഡൈസിൽ ഇരിക്കാൻ എല്ലാവർക്കും സ്ഥലമില്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിനു എളമാട്, അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ OBC മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ ഉദയകുമാർ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ വാർഡുകാരനുമായിട്ടുള്ള നമ്മുടെ മുരളീധരൻ പിള്ള, ഇപ്പോൾ താമസം പൂങ്കോടാണ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രാജീവ്, പഞ്ചായത്ത് സമിതി സെക്രട്ടറി, അദ്ദേഹത്തെ ഞാൻ രാജീവിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗോപാലകൃഷ്ണ മണ്ഡലസമിതി അംഗം, അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിട്ടുപോയി ഹരികുമാർ, മണ്ഡലം ട്രഷറാണ്, അദ്ദേഹം നമ്മുടെ പോരയിടത്താണ് താമസം, പോരയിടം ഹരികുമാർ, അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറി രാജീവ് കൃഷ്ണയെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. സന്ധ്യ, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറിയുടെ സന്ധ്യ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീകുമാർ, പഞ്ചായത്ത് സമിതിയുടെ അംഗം, അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആളാണ്, അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജിത്ത് നമ്മുടെ മണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹം സജീവമായി നമ്മുടെ മണ്ഡലത്തിൽ സജീവമായി സംഘടനാ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഇവിടെ വന്നിരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ SLC +2 മറ്റ് ഉന്നത വിജയം നേടിയിട്ടുള്ള SLC ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ എല്ലാ ചുണക്കുട്ടികൾക്കും, അതുപോലെ അവരോടൊപ്പം വന്ന രക്ഷകർത്താക്കൾക്കും, അതുപോലെ തന്നെ നമ്മുടെ സജീവമായി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, സുരേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എല്ലാവർക്കും, അങ്ങനെ BMSൻ്റെ ലാലു, അതുപോലെ തന്നെ നമ്മുടെ അജിത്ത്, അതുപോലെ യുവമോർച്ചയുടെ ഒരു കുറേ പ്രതിനിധികൾ വെളിയിൽ ഇരിപ്പുണ്ട്. അവരെല്ലാവരെയും, അശ്വതി, അവരെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. യോഗം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ അവരുടെ ക്ഷണിക്കുന്നു. നമസ്തേ പോലെ ബഹുമാനായിട്ടുള്ള ഈ വാർഡ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ശ്രീകുമാർ സാർ, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുതിർന്ന സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ വിജയമോഹൻ സാർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ്, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സിനു, ശ്രീ മഞ്ചേഷ്, ഫ്രഷായിട്ടുള്ള ശ്രീ ഹരികുമാർ, നേരത്തെ ഇവർക്കെല്ലാം ഇതിനകത്ത് സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. അതെൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ, എൻ്റെ സഹോദരിമാർ, എൻ്റെ മക്കൾ, ഇവർക്കെല്ലാവർക്കും ഞാൻ നമസ്കാരം. ഇന്ന് നമ്മുടെ ഇവിടെ ഈ ഒരു വാർഡ് സമ്മേളനമായിട്ട് കൂടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരം പുലർത്തുകയും അവർക്ക് ഉള്ള ഒരു അംഗീകാരവുമായിട്ടാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരിക,
എന്നുള്ള ഒരു ദൗത്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ വാർഡ് തലത്തിലുള്ള ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുമോദനം സംഘടിപ്പിക്കപ്പെടും. നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ വരുന്ന ഭാവി തലമുറ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുയരുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നതെന്ന് ഓർത്തുവാണ്. നമുക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഇട്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഉണ്ടായ നേട്ടങ്ങൾ, അത് സമ്പദ് വ്യവസ്ഥയിലായാലും നമ്മുടെ രാജ്യ പുരോഗതിയിലായാലും നമ്മുടെ രാജ്യ സുരക്ഷയിലായാലും ഉണ്ടായ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ അനുഭവിക്കുവാൻ അറിയാവുന്നവരാണ് ഈ വരുന്ന നമ്മുടെ കുട്ടികൾ. അവരാണ് ഇനി വളർന്നു വരുന്നത്. കാരണം ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നമ്മൾക്കറിയാം, നമ്മൾ 7 നിന്നും നമുക്കിപ്പം 3-ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങളിടയിൽ സമ്പദ് വ്യവസ്ഥയിൽ ഭാരതം കുതിച്ചുയരുന്ന കാലഘട്ടം, സാങ്കേതിക രംഗത്ത് കുതിച്ചുയരുന്ന കാലഘട്ടം, ഏത് മേഖലയിലും കുതിച്ചുയരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ അഭിമാനം എന്ന് പറയുമ്പോൾ നമ്മളിന്ന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഒരു എക്സ് സർവീസുകാരനായിട്ടുള്ള നമ്മുടെ ശ്രീകുമാർ സാർ, അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിർത്തികളിൽ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിന്ന ഒരു പട്ടാളക്കാരനാണ്. നമുക്കറിയാം, ഇന്ന് ഒരു കാലത്ത് പട്ടാളക്കാരുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ നമ്മുടെ വാജ്പേയി സർക്കാരും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരും വന്നതിന് ശേഷം നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് കൊടുത്ത ഒരു മാറ്റം, അത് ഞാനിത് പറയാം, രാജ്യ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടികൾ അറിയണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാനിത് പറയുന്നത്. രാജ്യ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരിൽ നടന്ന ഒരു വളരെ ദാരുണമായ സംഭവത്തിൽ അതിന് തിരിച്ചടി കൊടുക്കുവാൻ നമ്മുടെ സഹോദരിയുടെ, നമ്മുടെ മകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെതിരെ ചുട്ട മറുപടി കൊടുത്ത കാര്യം കൂടെ ഈ നാട്ടിലെ നമ്മുടെ കൊച്ചു കുട്ടികൾ അറിഞ്ഞു വരണം. കാരണം പുതിയ സാങ്കേതിക രംഗത്ത് അവർക്ക് വലിയ മാറ്റങ്ങൾ ചെയ്യാനുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ അറിയണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വാചകം ഇവിടെ ഉപയോഗിച്ചത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ രാജ്യസുരക്ഷ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അന്യമായി നിന്ന്, അതായത് എന്ത് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു പട്ടാളക്കാരനെ കൊണ്ടുപോയാൽ, പട്ടാളക്കാരനെ പാകിസ്ഥാൻ കൊണ്ടുപോയാൽ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മുടെ പഹൽഗാമിന് ശേഷം നടന്ന പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണ് നമുക്കറിയൂ? 2 വനിതകൾ കൊടുത്തില്ലേ? 2 വനിതകളാണ് കൊടുത്തിരിക്കുന്നത്. 2 വനിതകളാണ്, പേര് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. 2 വനിതകളാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് നിന്ന, നമ്മുടെ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ പാകിസ്ഥാൻകാർക്കെതിരെ ചുട്ട മറുപടി കൊടുത്തത് 2 വനിതകളാണ് നേതൃത്വം കൊടുത്തത്. നമുക്ക് അഭിമാനിച്ചൂടെ? നമുക്ക് അഭിമാനിക്കുന്ന കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അവരറിയണം നമ്മുടെ രാജ്യം എന്തായിരുന്നു, അവരറിയണം നമ്മുടെ രാഷ്ട്രം എന്താണെന്ന്, ആ രാഷ്ട്രത്തെ ഭരിക്കുന്നത് ആരാണ്, ആ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പുരോഗതി കൈവരിക്കുന്നത് ആരാണ്, സമസ്ത മേഖലകളിലും പുരോഗതിയിലേക്ക് കുതിച്ചുയരുന്ന നരേന്ദ്രമോദിയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ കുട്ടികൾ തയ്യാറാകണ്ടേ, കുട്ടികൾ അറിയണ്ടേ? അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവരറിയണം. അവരെന്തറിയണം? രാജ്യത്തെ കുറിച്ചറിയുന്ന രാഷ്ട്രീയവും അവരറിയണം. ആ രാഷ്ട്രീയം അറിഞ്ഞാലേ നമുക്ക് നല്ല ഉത്തമ പൗരന്മാരായിട്ടുള്ള കുട്ടികളെ, നമുക്ക് ഉത്തമ പൗരന്മാരെ നമ്മുടെ രാജ്യത്തിന് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയം അറിയണം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു തത്വശാസ്ത്രമുണ്ട്. ആ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനമാണ്. ആ ഏകാത്മ മാനവ ദർശനത്തിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഏകാത്മ മാനവ ദർശനം?
ഇപ്പൊ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് മൂലധനമാണ്, അവരുടെ അടിസ്ഥാന തത്വ മൂലധനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. പക്ഷേ ഭാരതത്തിന്റെ തനതായ ശൈലിയിൽ നിന്നുകൊണ്ട് ഭാരതത്തിന് തന്റേതായ ഒരു തത്വശാസ്ത്രം, ജീവിത രീതി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഏകാത്മ മാനവ ദർശനം. ആ ഏകാത്മ മാനവ ദർശനത്തിൽ പറയുന്നത് കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ ഏകാത്മ മാനവ ദർശനം കേട്ട് കാണുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ അറിയണം, കുട്ടികൾ അറിയണമെന്ന് വിചാരിച്ചിട്ടാണ് ഏകാത്മ മാനവ ദർശനത്തെ കുറിച്ച് പറയുന്നത്. ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യത്തിൽ മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കത് അവസാനിപ്പിക്കാൻ പറ്റും. ഏകാത്മ മാനവ ദർശനത്തിൽ പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തി നന്നാകണം എന്നാണ് പറയുന്നത്, അല്ലേ? ഞാനെന്ന് പറയുന്ന വ്യക്തി നന്നായാലേ എവിടെ നന്നാകൂ? എന്റെ കുടുംബം നന്നാവത്തുള്ളൂ, അല്ലയോ? എന്റെ കുടുംബം നന്നായാലേ എന്ത് നന്നാവൂ? ഈ സമൂഹം നന്നാവത്തുള്ളൂ. ഈ സമൂഹം നന്നായാലേ എന്ത് നന്നാവൂ? നമ്മുടെ രാജ്യം. അപ്പോഴെന്താ പറയുന്നത്? വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം. ഇതല്ലേ എത്ര ഉദാത്തമായ ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്, അല്ലേ? എത്ര ഉദാത്തമായ ലക്ഷ്യമാണ്. അതല്ലേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, എൻ്റെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഈ ഏകാത്മ മാനവ ദർശനത്തെ കുറിച്ചാണ്, ഈ ഉദാത്തമായ ഒരു ലക്ഷ്യത്തെ കുറിച്ചാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാർഡ് സമ്മേളനം കൂടുകയും അതിന് ഈ കുട്ടികൾക്ക് നമ്മൾ അവരുടെ കഴിവിന്റെ അനുസരിച്ച് മാർക്ക് മേടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അനുമോദിക്കുകയാണ്. എപ്പോഴും നമുക്കറിയാം, അനുമോദനം നമുക്ക് എന്ത് തരും? പ്രചോദനം ഉണ്ടാകും. അവർ ഉയർച്ചയിലേക്ക് കുതിക്കാൻ പറ്റും, അവർ മുകളിലേക്ക് കുതിക്കാൻ പറ്റും. അവർക്ക് രാജ്യത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് അവർക്ക് സയന്റിസ്റ്റ് ആവാം, നല്ല പോലീസുകാരാവാം, നല്ല ഡോക്ടറാവാം, നല്ല കർഷകനാകാം, അതായത് പട്ടാളക്കാരാകാം. അങ്ങനെ രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മമാരോട് ഞാൻ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. കാരണം ഇത് കുട്ടികൾ വാങ്ങാനുള്ളതാണ്. അവരുടെ മനസ്സ് ആഗ്രഹിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് ആ അനുമോദനം ഏറ്റുവാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്ത് കുറച്ച് രാഷ്ട്രീയം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രണ്ട് ഇടത് വലത് മുന്നണികൾ നമ്മൾ കേരളം ഭരിക്കുന്ന രാജ്യത്താണ്, കേരളം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്, പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് 2018 ശബരിമലയുടെ വിഷയം അല്ലയോ? 2018 നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു ആരാധന ഉണ്ടായിരുന്നു. നമ്മൾ ഭഗവാൻ, അതായത് അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നമ്മൾ പറയുമായിരുന്നു. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് നമ്മുടെ കുട്ടികളോട് പറയും, അല്ലേ? നമുക്ക് അതായത് 41 ദിവസത്തെ വ്രതവും എടുത്തുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നവരോട് എന്താണ് അവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്? അതായത് ഇത്ര വയസ്സിന്, അതായത് ഋതുമതികളായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല. അത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശബരിമലയിലെ എല്ലാ വൃശ്ചിക മാസം, വൃശ്ചികം, ധനു, മകരം മാസത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്നത്. ഇത് കോടതിയുടെ ഏതോ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അവിടെ വനിതകളെ കയറ്റാമെന്ന് പറഞ്ഞപ്പോൾ നടത്തിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്, അല്ലേ? കോപ്രായങ്ങൾ കണ്ടതാണ്. അന്ന് നമ്മുടെ ആൾക്കാരെ, നമ്മുടെ കുട്ടികളെയൊക്കെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടാണ്. എന്നിട്ട് 2 സ്ത്രീകളെ, അത് എത്തരത്തിലുള്ള സ്ത്രീകളാണെന്ന് എനിക്ക് എൻ്റെ കുട്ടികളോട് നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള 2 സ്ത്രീകളെ കൊണ്ട് കയറ്റിയ ഈ പിണറായി ഇന്ന് മാറി ചിന്തിച്ചുകൊണ്ട്
നമ്മളെയൊക്കെ ഈ നാട്ടിലെ ഈശ്വര വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ളവരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ പറയുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ അവസരത്തിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. 4 വോട്ടിന് വേണ്ടി 4 കാശിന് വേണ്ടി ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ കക്ഷിക്കെതിരെ പോരാടേണ്ട സമയമാണ്. അതിന് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് രാഷ്ട്രീയം പറയാൻ തയ്യാറാകണം. നിങ്ങളുടെ വീട്ടുകളിൽ രാഷ്ട്രീയം സംസാരിക്കണം. ആ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് രാഷ്ട്രീയം പറയുമ്പോൾ എന്താണ് BJP ചെയ്തതെന്ന് ചോദിക്കാം, പറയാം. നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാം. നമുക്കറിയാലോ, ഇപ്പൊ GST-യിലൂടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുകയാണ്, അല്ലയോ? അല്ലേ? GST, ആ GST-യിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നു. 2000 രൂപ വെച്ച് കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി കൊടുക്കുന്നു. കുട്ടികൾ മോക്ക് 10 വയസ്സായി, 11. മോള് സുകന്യാ സമൃദ്ധി യോജന ചേർന്നിട്ടുണ്ടോ? ആരാ അമ്മ? ആരാ എന്റെ നമുക്ക് അമ്മ വന്നോ? അച്ഛൻ വന്നോ? ഇല്ല. ഇവിടാണ് നമ്മുടെ പോരായ്മ. സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ആർക്കുണ്ട്? മോക്കുണ്ട്, അല്ലയോ? അത് എത്ര വയസ്സ് വരെയുള്ളൂ? 9 വയസ്സ്. 9 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചേരാൻ പറ്റത്തില്ല. 9 വയസ്സിന് മുമ്പിട്ട് എന്ത് വേണം? നമ്മൾ നിശ്ചിത തുക നമ്മൾ അടയ്ക്കുമ്പോൾ ഒരു 250 വെച്ച് മാസം അടച്ചെന്നിരിക്കട്ടെ. അങ്ങനെ അടയ്ക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്നത് ഏതാണ്ട് 2.5 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷെ നമുക്ക് മോക്ക് 18 വയസ്സാകുമ്പോൾ കിട്ടുന്ന തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 ലക്ഷം രൂപയാണ്. ഇത് നമ്മൾ പഠിക്കണ്ടേ? ഇത് മോഡി കൊണ്ടുവന്നതില്ലയോ? നമുക്ക് പൈസയുടെ സാമ്പത്തികം അനുസരിച്ച് കൂടുതൽ അടച്ചാൽ നമുക്ക് 75 ലക്ഷം രൂപ വരെ നമ്മുടെ കൊച്ചിനെ വിവാഹം ചെയ്ത് അയക്കാനും പറ്റും. അവർക്ക് നല്ല ഈ പറയുന്ന പോലെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പൈസ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചെലവാക്കാൻ പറ്റും. 11 വയസ്സായി ഇനി പറ്റൂല്ല. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രാഷ്ട്രീയം പറയാൻ തയ്യാറാകണം. നമുക്കിത് പഠിക്കാൻ തയ്യാറാകണം. ഇത് നമ്മുടെ വീട്ടിൽ ആര് പറഞ്ഞു തരത്തില്ല? BJP-കാരനൊക്കെയാ, അല്ലയോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഏകദേശം BJP-യുടെ ഒക്കെ കുടുംബത്തിൽ നിന്ന് വന്നവരാണല്ലോ. BJP ആയിട്ട് അനുഭവപ്പെട്ട് വന്നവരാണല്ലോ. എന്തുകൊണ്ട് നമുക്കിത് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുകന്യാ സമൃദ്ധി യോജന എടുക്കാൻ പറ്റുന്നില്ല? കിസാൻ സമ്മാൻ നിധി എടുക്കാൻ പറ്റുന്നില്ല? ഇപ്പൊ മാതൃവന്ദനം പദ്ധതി ഉണ്ട്. എന്താ? നമ്മുടെ സഹോദരിയോ ഭാര്യയോ ഗർഭിണിയായാൽ ആ കൊച്ചിന് ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിന് നല്ല പോഷകാഹാരം കിട്ടാൻ വേണ്ടിയിട്ട് 6000 രൂപ ആര് കൊടുക്കുന്നു? മാതൃവന്ദനം പദ്ധതിയായിട്ട് നരേന്ദ്രമോദി കൊടുക്കുക. അതറിയണ്ടേ നമ്മള്? അതോടൊപ്പം തന്നെ സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വത്വര നടപടികൾ സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ദീർഘമായിട്ട് പ്രസംഗിച്ചാൽ എന്റെ കുട്ടികൾ നാളെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവന് സമയമില്ല, അവന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കും. അതുകൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയം പഠിക്കണം, ഈ പറയുന്ന രാജ്യത്തെ കുറിച്ച് പഠിക്കണം, BJP-യെ കുറിച്ച് പഠിക്കണം, ഏകാത്മ മാനവ ദർശനത്തെ കുറിച്ച് പഠിക്കണം, രാജ്യ സുരക്ഷയെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം പഠിച്ച് വലിയ ഒരു നിലവാരത്തിലേക്ക്, ഉയർന്ന ഒരു ഇതിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്തായി മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് വിജയമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ശ്രീകുമാർ, ഈ യോഗം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആലഞ്ചേരി ജയചന്ദ്രൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പുശ്ശേരി ജയകുമാർ, മഞ്ചേഷ്, സിനു, ഹരി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ളവരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരിമാരെ, കുട്ടികളെ, ഇവിടെ ഇപ്പൊ നമുക്കൊരു ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നതിന് ആവശ്യമുള്ള ഒരു സമയം നമുക്ക് അനുവദനീയമല്ല. കാരണം നമ്മൾ തുടങ്ങിയപ്പോഴൊപ്പം ലേറ്റായി. ഇത്രയും കുട്ടികളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് നമുക്കൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തുക എന്ന് പറയുന്ന ഒരു അധിക പ്രസംഗമായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ മാറിക്കൊള്ളാം. നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിൽ 16 വാർഡുകളാണുള്ളത്. നേരത്തെ 15 വാർഡാണ് ഉണ്ടായിരുന്നത്.
ഈ 15 വാർഡുകളിൽ കഴിഞ്ഞ തവണ നമ്മൾ 3 വാർഡുകളിൽ നല്ല രീതിയിൽ വിജയിക്കുകയും ഏതാണ്ട് 6 വാർഡിൽ നമ്മൾ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഈ 2ാം സ്ഥാനത്ത് എത്തിയ വാർഡുകൾ നമ്മൾ തോറ്റയോ ഇത് വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ്. ഹരി ഇവിടെ ഇരിപ്പുണ്ട്. ഹരി മൂലങ്കോട് വാർഡിൽ തോറ്റത് 22 വോട്ടിനാണ്. അങ്ങനെ ഈ 6 വാർഡുകൾ നമ്മൾ തോറ്റത് വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ കേരളത്തിലുള്ള പഞ്ചായത്തുകളെ വിവിധ ഗേഡുകളായി തിരിക്കുകയും പഞ്ചായത്ത് ഭരണം പിടിക്കുവാൻ കഴിയുന്ന പഞ്ചായത്തുകളെ എ ഗ്രേഡ് പട്ടികയിൽപ്പെടുത്തുകയും ഭാഗ്യവശാൽ ചടയമംഗലം പഞ്ചായത്ത് നമ്മുടെ എ ഗ്രേഡ് പട്ടികയിലുള്ള ഒരു പഞ്ചായത്തായി മാറുകയും ചെയ്തു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത നവംബർ മാസം അവസാനം നടക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ 16 വാർഡുകളുള്ളതിൽ നമ്മുടെ 7ാമത്തെ വാർഡ് സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി എല്ലാ സമ്മേളനങ്ങളും വളരെ മികച്ച സമ്മേളനങ്ങളായിരുന്നു. അത് ആളുകൊണ്ടായാലും ശരി തന്നെ, അതിന്റെ വൈവിധ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടായാലും ശരി തന്നെ, അതിന്റെ കൊടിതോരണങ്ങൾ കൊണ്ടുള്ള കമനീയമാക്കിയത് കൊണ്ടായാലും ശരി തന്നെ ഏറ്റവും മികച്ച സമ്മേളനങ്ങളായിരുന്നു ഇവിടെ നടത്തിയതല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ കുരിയോട് വാർഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിച്ച വാർഡാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്ക് ചില സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ നമ്മൾ ഈ വാർഡിലുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ വിജയിക്കാൻ കഴിയാതെ പോയതെങ്കിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കുരിയോട് വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചേ പറ്റുള്ളൂ. കാരണം അതിന് തർക്കമുള്ള എല്ലാവിധത്തിലുള്ള ആളുണ്ട്, അർത്ഥമുണ്ട്, സമ്പത്തുണ്ട്, അതിനനുസരിച്ചുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഈ വാർഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ വാർഡ് വിജയിക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ മാത്രം വിചാരിച്ച പോരാ. ഇവിടെ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വീടുകളിലെ അടുക്കളകളിൽ നടക്കുന്ന മർമറിംഗ് ക്യാമ്പയിനുകളോടുകൂടി നമ്മുടെ അടുത്ത വീടുകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരുവാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയണം. ഓരോ അമ്മമാരും ഓരോ സഹോദരിമാരും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇന്ന് ഈ ലോകത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇന്ന് ലോകത്ത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. അതിന് നിലനിൽപ്പില്ല. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിൽ മാത്രമായി പോവുകയും ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഏതാണ്ട് 2-3 സീറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നെങ്കിലും ഇന്ന് അതിന്റെ അഖിലേന്ത്യാ അംഗീകാരം പോലും പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. അവരാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബദലായി നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് അവരവരുടെ പാർട്ടി അണികളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത്. നമുക്കറിയാം, ജീവിക്കുവാൻ വേണ്ടി ഊർജ്ജശ്വാസം വലിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പുറകെ പോയി അവർ പറയുന്ന വാഗ്ദാനങ്ങളുടെ പുറകെ നമ്മൾ പോയി നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുവാൻ നമ്മൾ ചെയ്യരുത്. ഇവിടെ ശ്രീമാൻ ആലഞ്ചേരി ജയിച്ചതിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി 2014 കേരളത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ സമൂലമായ മാറ്റം, പ്രത്യേകിച്ച് വനിതാ രംഗത്തുണ്ടായ മാറ്റം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ ജനപ്രതിനിധികളിൽ നമുക്ക് 30% സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കാരണം 100 പേര് മത്സരിക്കുന്നെങ്കിൽ അത് 30 പേര് വനിതകളായിരിക്കണമെന്ന ഇച്ഛാശക്തിയോടുകൂടി നിയമം പാസാക്കിയ ഒരു ഗവൺമെന്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ്. അതനുസരിച്ചുള്ള നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും വനിതകൾക്ക് സംവരണം കൊടുത്ത ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കോൺഗ്രസിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പേര്, എത്ര വനിതകൾ അതിന്റെ ഔന്നത്യങ്ങളിലുണ്ട് എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഹരിജനങ്ങൾക്ക്, ഗിരിജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, OBCക്ക്, സമൂഹത്തിലെ എല്ലാ തട്ടിലും എല്ലാ തലങ്ങളിലും നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊടുത്തുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നമ്മൾ കണ്ണു തുറന്ന് കാണാൻ കഴിയണം. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ ഒരു വനിതയാണ്. നമ്മുടെ ആണുങ്ങളില്ലാത്തതുകൊണ്ടാണോ? ഇഷ്ടംപോലെ നല്ല പ്രവർത്തകരായ, നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള, നല്ല കഴിവ് ശേഷിയുമുള്ള ആണുങ്ങളെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒരു വനിതയെ നമ്മൾ ജില്ലാ പ്രസിഡന്റാക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നമ്മൾ 4 ജില്ലാ വനിതാ പ്രസിഡന്റുമാരുണ്ട്. അതുപോലെ തന്നെ SC പ്രസിഡന്റുമാരുണ്ട്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് SCയെ പ്രതികരിക്കുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന, അവർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന, അവരെ സമൂഹത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ
ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടി ഇവിടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഭാരതീയ ജനതാ പാർട്ടി ഈ പഞ്ചായത്തുകൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മളിൽ കൂടി അന്തർലീനമായിട്ടുണ്ട്. നമ്മുടെ ചുമതലയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രദേശങ്ങളിൽ അധികാരത്തിൽ വരിക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം നമ്മൾ പറയുന്നത്, നമ്മൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ആള് കാണിക്കാൻ വേണ്ടിയല്ല. നമ്മൾ മാറണം. ഈ കേരളത്തിലുള്ള എല്ലാ വ്യവസ്ഥിതികളും മാറിക്കൊണ്ട് ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇവിടെ സമയക്കുറവുകളുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. നമുക്ക് ഇനിയും, ഞാൻ ഈ പഞ്ചായത്തിന്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഇനിയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖാമുഖം കാണുകയും മുഖാമുഖം സംവദിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ സംവദിക്കാം. നമുക്ക് ഈ വാർഡിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും ആ ഒരു ചുക്കാൻ ഈ വനിതകൾ കൂടി ഉണ്ടാകണം, പിടിക്കുവാൻ വേണ്ടി ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആലഞ്ചേരി ചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകാത്മാ മാനവ ദർശനം എന്ന് പറയുന്ന നമ്മുടെ പാർട്ടിയുടെ സിദ്ധാന്തം, നമ്മുടെ ആ സിദ്ധാന്തം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള, ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഏകാത്മാ മാനവ ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വശാസ്ത്രം എന്ന് പറയുന്നത്. ആ തത്വമാണ് നരേന്ദ്രമോദി ഇന്ന് ഇവിടെ ഈ ഭരണത്തിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല. അപ്പൊ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ തോന്നുന്നു. നന്ദി, നമസ്കാരം. അടുത്ത മൊമെന്റ് വിതരണമാണ്. ഇവിടോട്ട് നിന്ന് മുന്നോട്ട് വരണം. ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ കൊടുത്താൽ മതിയോ സാറേ? എങ്ങനെയാന്ന് കൊടുത്താൽ മതിയോ? ഇവിടെ കൊടുത്താൽ മതിയോ? ഓരോരുത്തരായിട്ട് പേര് വിളിക്കാം, ഓരോരുത്തരായിട്ട് പറയണം. നമ്മൾ ഈ പേര് വിളിക്കാൻ ആരെങ്കിലും വിട്ടുപോട്ടെ ഒന്ന് പറയണേ. നമ്മൾ പേര് എഴുതിയതില്ലേ? ഈ ആദ്യമായിട്ട് +2 ഉന്നത വിജയം നേടിയ സന നവാസ്, അതുപോലെ തന്നെ +2 ഉന്നത വിജയം നേടിയ വൈഷ്ണവി വിനോദ്. ഓരോരുത്തരായിട്ട് മോളില്ലയോ അതോ? ഇനി ഉയരങ്ങളിൽ പോട്ടെ. അതെ അതെ അതെ. അടുത്ത വൈഷ്ണവി വിനോദ്. കാണത്തില്ല കേട്ടോ. അടുത്തതായിട്ട് അനശ്വര അജിത്ത്. അടുത്തത് അനശ്വര അജിത്ത്. അടുത്തത് നയന ഷിബു. അടുത്തതായിട്ട് മാളവിക. അടുത്തത് ശരത് എസ്. അടുത്തത് അർച്ചന DS. ശരത് എസ്. അടുത്തത് അർച്ചന DS. അടുത്തത് ഹരികൃഷ്ണൻ MS. ഹരികൃഷ്ണൻ MS. അടുത്ത രേവതിലാൽ. അടുത്തത് ആവണി. ഇനി SSLCക്ക് ഉന്നത വിജയം നേടിയ വിഷ്ണുജ DL. അടുത്തത് SSLCക്ക് അഭിഷേക്. ഇത് വിഷ്ണുജ. അടുത്ത അഭിഷേക്. അവിടെ ആ വഴി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ജ്യോതിലക്ഷ്മി. അടുത്തത് ആദിത്യ. അടുത്തത് പ്രവീൺ TR. ജഗൻജിത്ത്. പ്രവീൺ TR.
ജഗൻജിത്ത്. ബൂത്ത് ഹൗസിന്റെ അടുത്തത് BA 5ാം റാങ്ക് നേടിയ വൃന്ദ ബാബു. എല്ലാം കൊടുത്താൽ മതി. ജഗൻജിത്ത് അല്ല അത് ഇതാണോ? അല്ലല്ലോ അല്ല അതാ ഇത് കൊടുത്താൽ മതി. കൊടുത്തു അടുത്തത് അല്ല പിന്നെ രാഹുൽ രാജ് LLBക്ക് രാഹുൽ. അടുത്ത LLBക്ക് 8ാം റാങ്ക് നേടിയ രാഹുൽ രാജ് വന്നിട്ടില്ല. BTechന് ഉന്നത വിജയം നേടിയ അഖിൽ S. കുമാർ. ഞാൻ ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുകയും പ്രാദേശിക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രാമങ്ങളെയും കർഷകരെയും കൈത്തൊഴിലാളികളെയും പിന്തുണയ്ക്കുകയും ചെയ്യും. സ്വദേശി ജീവിത രീതി സ്വീകരിക്കുവാൻ യുവജനങ്ങളെയും കുട്ടികളെയും ഞാൻ പ്രേരിപ്പിക്കുകയും അതിന്റെ പ്രാധാന്യം അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യും. എന്റെ കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഞാൻ ഭാരതീയ ഭാഷകൾ ഉപയോഗിക്കും. ഞാൻ പരിസ്ഥിതിയെക്കുറിച്ച് ബോധവാനായിരിക്കുകയും സ്വദേശി പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും രാജ്യത്തെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യും. പിന്നെ ഇതിനകത്തെ പോകാൻ ലേറ്റായി അരമണിക്കൂർ താമസിച്ചിട്ടുണ്ട്. പോകാൻ ആർക്കെങ്കിലും വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ പറയാം, വീട്ടിലോട്ടാക്കാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദൂരോട്ട് പോകാനുള്ളത് ഉണ്ടോ പറയാം. ശ്രീ വിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.